പൊട്ടിക്കരഞ്ഞു കേജ്രിവാൾ, ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി, ഡൽഹിയുടെ സുൽത്താൻ, 2 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആൾ, ഏറ്റവും ഒടുവിൽ 3-ാം തവണ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ആൾ. അദ്ദേഹം പൊട്ടിക്കരഞ്ഞത് വേറൊന്നിനുമല്ല, മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു നമ്മുടെ BJP സർക്കാർ, NDA ഗവൺമെൻറ്. സാധാരണ ഒരു രോമം പിഴുതെടുക്കുന്ന ലാഘവത്തോടെയാണ് അത് ചെയ്തത്. അത് കെജ്രിവാളിന് മാത്രമുള്ള ശിക്ഷയായിരുന്നില്ല, ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാർക്കുമുള്ള താക്കീത് കൂടിയായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് കാണിക്കലായിരുന്നു. അങ്ങനെ ജയിലിൽ ഒരു മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും ജയിലിലടയ്ക്കുന്നു. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ അഴിമതിക്കാരായി മുദ്ര കുത്തുന്നു. ഒടുവിൽ അവർ പരാജയപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം കോടതി വിധി പറയുന്നു അവർ നിരപരാധികളാണ്. എന്നാൽ ആദ്യ മണിക്കൂറുകളിലൊന്നും ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് ഇത് പരിശോധിച്ച് ഇവരാരാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ എല്ലാത്തിനും വിധേയപ്പെട്ടു കൊടുക്കുന്ന ഇവരാണ് ഇപ്പോൾ ഈ തരത്തിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടത്. ആ കുറ്റവിമുക്തരാക്കപ്പെട്ട നിമിഷം സങ്കടം കൊണ്ട് ആ മനുഷ്യൻ വല്ലാതെ കരയുകയാണ്. ആ കരയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭാവമാണ് നിങ്ങൾ ആ ദൃശ്യത്തിൽ കാണിച്ചത്, മുൻ മുഖ്യമന്ത്രിയുടെ. അദ്ദേഹം അത്രമേൽ അപരാധം പ്രവർത്തിച്ചു എന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ കഴിയാത്തവണ്ണമാണ് അധികാരത്തിൻ്റെ ശക്തി, അതിൻ്റെ രഥം ഒരു മുഖ്യമന്ത്രിയുടെ മേൽ ഉരുണ്ടത്. സംഗതി അതിലെല്ലാം അദ്ദേഹത്തോട് ഐക്യദാർഢ്യപ്പെടുന്നു. പക്ഷേ ഇതിൽ, ഈ സങ്കടത്തിൽ, ഈ കരച്ചിലിൽ ചരിത്രപരമായൊരു അനിവാര്യത കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ഈ പറയുന്ന കേന്ദ്രത്തിലെ ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അണ്ണാ ഹസാരയെ പോലെയുള്ള കപടകളവനെ മുന്നിൽ നിർത്തി ഡൽഹിയിൽ നാടകമൊരുക്കിയ, അതിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്ത, പിൽക്കാലത്ത് അത് ഇൻ്റർനാഷണൽ ഏജൻസികളുടെ PR ആയിരുന്നു എന്ന് പോലും വായിക്കപ്പെട്ട സംഭവത്തിൻ്റെ പ്രധാന കഥാപാത്രമായിരുന്നു ഈ മനുഷ്യൻ. ഇതേ ആളാണ് മാന്യരിൽ മാന്യനായ, സത്യസന്ധനെന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരാളിനെ എല്ലാ അർത്ഥത്തിലും അഴിമതിക്കാരനും അമേരിക്കൻ പാവയുമാക്കി എല്ലാ കോപ്രായങ്ങളും കാണിച്ച് തിമിർത്ത് ആടി തിമിർത്തത്. അത് പിന്നീട് ഇതെല്ലാം ചതിയാണെന്ന് മനസ്സിലാക്കി ഒപ്പം കൂടിയ പലരും മറുകണ്ഠം ചാടി. കിരൺ ബേദി അതേ NDAയുടെ ഗവർണർ ജനറലായി എവിടെയോ വിശ്രമിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിലുണ്ടായിരുന്ന ക്രെഡൻഷ്യൽ ഉപയോഗിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കള്ളനായ, കാപട്യക്കാരനായ കള്ള വൃദ്ധനെ മുന്നിൽ നിർത്തി നാടകം നടത്തിയതിലെ നായകനായിരുന്നു സാക്ഷാൽ ഈ കെജ്രിവാൾ. അവസാനം അത് മുഴുവൻ തെള്ളിയിട്ട് തനിക്കൊരു അപ്പക്കഷ്ണവും കിട്ടി, അതിൻ്റെ മുന്തിയ പങ്ക് മറ്റൊരാൾക്കും കൊടുത്ത് എല്ലാ കാലത്തേക്കും അധികാരത്തിൽ അഭിരമിക്കാം എന്ന് വിചാരിച്ച ആ നിമിഷത്തിൻ്റെ, കാലത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഇപ്പോൾ അനുഭവിച്ചത്. അത് കാണാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇല്ല, പക്ഷേ അതിൽ ഇരയാക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരൊരു പക്ഷേ ഈ കരച്ചിൽ കാണുമ്പോൾ നമ്മളെപ്പോലെയുള്ളവരൊക്കെ നിഷ്കളങ്കമാണ് എന്ന് പറഞ്ഞാലും അവരൊക്കെ പറഞ്ഞേക്കും ഇത് കാപട്യമാണ്, ഇത് നാടകമാണെന്ന്. കാരണം ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന ഈ ചരിത്രപരമായ ദുരന്തത്തിൻ്റെ ആ അധികാര കൈമാറ്റം, അല്ലെങ്കിൽ ആ പിടിച്ചിരുത്തൽ നടത്തിയത് താങ്കളുടെ കൈകൊണ്ടുകൂടിയാണ്. ആ കയ്യിലേക്കാണ് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റിറ്റ് വീണത്. അത് ചരിത്രപരമായ ഒരു കാലത്തിൻ്റെ നീതിയാണ്, കണക്ക് തീർക്കലാണ്. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാലം കാണിക്കും. കാണാൻ ചിലപ്പോൾ നമ്മളുണ്ടാവണമെന്നില്ല, അന്നുള്ളവരായിരിക്കും അതൊക്കെ കാണുക. അത്രയേ ഉള്ളൂ.